സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മത്സരത്തിൽ സാന്ദ്ര തോമസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാൻ പർദ്ദ ധരിച്ചാണ് സാന്ദ്ര എത്തിയത്. നിലവിലെ ഭാരവാഹികൾ ഇരിക്കുന്ന ഓഫീസിൽ വരാൻ യോജിച്ച വസ്ത്രം പർദ്ദയാണെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എൻ്റെ മുൻ അനുഭവത്തിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത്. പിന്നെ എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടി ആയിട്ടാണ്. ഇവിടെ സ്ത്രീ നിർമ്മാതാക്കൾക്കെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ, ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. അവിടെ മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക്, ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാറ്റം വരുമ്പോൾ അത് പരോക്ഷമായി മുഴുവൻ ഇൻഡസ്ട്രിയുമായാണ് ബാധിക്കുന്നത്. ഷഹീനാന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഓഗസ്റ്റ് 14 തീയതിയാണ് നടക്കുന്നത്. നടി സാന്ദ്ര തോമസ് നിർമ്മാതാവ് കൂടിയാണ്. സാന്ദ്ര തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര മത്സരിക്കുന്നത്. സാന്ദ്ര മാത്രമല്ല, സാന്ദ്ര ഒരു വലിയ പാനലായിട്ടാണ് നിലവിലെ ഭരണസമിതിക്കെതിരെ മത്സരവുമായി രംഗത്ത് വരുന്നത്. സാന്ദ്ര അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഓഫീസിലെത്തിയത് പർദ്ദ ധരിച്ചുകൊണ്ടായിരുന്നു. നേരത്തെ തന്നെ നിലവിലെ കമ്മിറ്റിക്കെതിരെ ലൈംഗിക ആരോപണ പരാതി സാന്ദ്ര നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സാന്ദ്ര പറഞ്ഞത് ഈ ഓഫീസിലെത്താൻ ഏറ്റവും സുരക്ഷിതമായ വേഷം പർദ്ദയാണ് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, തൻ്റെ പ്രതിഷേധം കൂടിയാണ് ഈ പർദ്ദ ധരിക്കുന്നതിലൂടെ താൻ വെളിപ്പെടുത്തുന്നത് എന്നുകൂടി സാന്ദ്ര വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സാന്ദ്ര മത്സരിക്കുമ്പോൾ സാന്ദ്ര പറയുന്ന മറ്റൊരു കാര്യം, താൻ നൽകുന്ന നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് കാരണമായി സാന്ദ്ര പറയുന്നത് 2 ചിത്രം മാത്രമേ തൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ചെയ്തിട്ടുള്ളൂ എന്ന കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ താൻ അതിൽ കൂടുതൽ ചിത്രം, 9 ചിത്രം തൻ്റെ പേരിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും സാന്ദ്ര പറയുന്നുണ്ട്. ശക്തമായ ഒരു മത്സരം താൻ കാഴ്ചവെക്കും, വലിയ രീതിയിൽ താൻ വിജയിച്ചു വരും എന്നുള്ളതാണ് സാന്ദ്ര പറഞ്ഞു വയ്ക്കുന്നത്. നേരത്തെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര പരാതി നൽകിയിരുന്നു. സാന്ദ്രയുടെ പരാതിയിൽ 9 പേർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് സാന്ദ്ര ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ മത്സരിക്കാൻ കൂടി രംഗത്തെത്തുന്നത്. വലിയ മത്സരങ്ങൾ നടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതും. അതേസമയം സാന്ദ്രയ്ക്കെതിരെ നിലവിലെ ഔദ്യോഗിക വിഭാഗം ശക്തമായ പാനലിൽ തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.